ഈ പ്രകൃതി, പൂക്കളും പുഴകളും പക്ഷികളും മൃഗങ്ങളും പിന്നെ മനുഷ്യരും എല്ലാവരും പ്രകൃതിയുടെ മക്കളാണ്. എന്നാൽ ബുദ്ധിമാനായ മനുഷ്യർ തന്റെ സ്വന്തം താല്പര്യങ്ങൾക്കായി പ്രകൃതിയെ നശിപ്പിക്കുന്നു. ബുദ്ധികൊണ്ടായിട്ട് സൃഷ്ടിച്ചെടുക്കുന്ന പലതും അവയ്ക്കിരുന്ന് തന്നെ നഷ്ടമാകുന്നു. നമ്മുടെ ജീവനെ തന്നെ നശിപ്പിക്കുന്നു. പ്ലാസ്റ്റിക് മഹാഘടകം കൊടക്കാട് KSMLP സ്കൂളിലെ കുട്ടികൾ ഇതാ നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് എന്നെ അറിയില്ല. അതെ, അമ്മ ഭൂമിയെ ഞാൻ പതുക്കെ പതുക്കെ ഇഞ്ചിഞ്ചായി കൊള്ളും. അതിന് മുമ്പ് മക്കളായ മനുഷ്യരെ ഞാൻ രോഗാണുക്കൾക്ക് ഭക്ഷണമായി ഇട്ടുകൊടുക്കും. ജീവവായുവാണ് ഞാൻ. ഞാനില്ലാതെ ഒരു നിമിഷം പോലും നിങ്ങൾക്ക് ജീവിക്കാനാവില്ല. വരുന്ന കറുത്ത മുഖമുണ്ടോ എന്നെ നശിപ്പിക്കുന്നവൻ? അവനാണ് മനുഷ്യരാശിയെ നശിപ്പിക്കുവാൻ വേണ്ടി ആളിപ്പടരുന്ന പ്ലാസ്റ്റിക് എന്ന മഹാവിപത്തിനെ ഒഴിവാക്കും. അല്ലെങ്കിൽ ഈ ഭൂമിയിൽ ഒരു പുൽക്കൂട് പോലും ഇനി ഉണ്ടാവില്ല. നിങ്ങൾ കണ്ടില്ലേ എന്റെ അവസ്ഥ? ജീവന്റെ ഉത്ഭവത്തിന് ആധാരമാണ് ജലം. ഞാൻ എന്ത് ഭംഗിയിൽ ഒഴുകിയതായിട്ട് പുഴകളിലും തോടുകളിലുമെല്ലാം. എന്നാൽ ഇന്ന് നിങ്ങൾ എന്റെ അവസ്ഥ കണ്ടില്ലേ? ഞാൻ ആവശ്യമാണ്. നിങ്ങൾ ഓരോരുത്തരും വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്റെ മാറിലടഞ്ഞു ചേരുന്നു. ലോകം മുഴുവനും ശുദ്ധജലത്തിനുമായി നെട്ടോടുമ്പോൾ നിങ്ങളുടെ കണ്ണെന്താ തുറക്കാത്തെ? നിങ്ങളുടെ ചിന്ത എന്താ ഉണരാത്തെ? ഞാനാണ് നിങ്ങളെ താങ്ങുന്നത്. ഞാൻ സർവം സായാണ്. നിങ്ങൾ എന്നെ വെട്ടിമുറിക്കുമ്പോഴും ഇടിച്ചു നിരത്തുമ്പോഴും ഞാൻ നിശബ്ദയായിരുന്നു. നിങ്ങൾ തന്നെ മൂട്ടുന്ന ഈ പ്ലാസ്റ്റിക് പുത്തനെ എനിക്ക് വേണ്ട. ഞാനാണ് നിങ്ങളെ താങ്ങുന്നത്. ഞാൻ സർവം സായാണ്. നിങ്ങൾ എന്നെ വെട്ടിമുറിക്കുമ്പോഴും ഇടിച്ചു നിരത്തുമ്പോഴും ഞാൻ നിശബ്ദയായിരുന്നു. നിങ്ങൾ തന്നെ മൂട്ടുന്ന എനിക്ക് എന്തിനാണ് ഈ വിഷവസ്തുക്കൾ നൽകുന്നത്? എന്നോട് കൂടിച്ചേരാൻ ഇഷ്ടമില്ലാത്ത ഈ പ്ലാസ്റ്റിക് പുത്തനെ എനിക്ക് വേണ്ട. മുന്നിറങ്ങാനാകാതെ ചെടികളും മരങ്ങളും താഴ്ന്നു വീഴുമ്പോൾ മണ്ണ് നെയ്യാൻ പിടയുകയാണ്. നിങ്ങളുടെ ബുദ്ധി ചൂണ്ടത നിങ്ങൾക്ക് തന്നെ വിനയാണ്. നിങ്ങൾ വേരുകൾ നഷ്ടപ്പെടുത്താൻ അനുവദിക്കരുത്. ക്യാൻസർ വിഴുങ്ങിയ ഗ്രാമം. ഒരു പ്രദേശത്തെ ജനങ്ങൾ മുഴുവൻ ക്യാൻസർ എന്ന മഹാരോഗത്തിന് ദുരിതമനുഭവിക്കുന്ന കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇവിടെ പ്രകൃതി രമണീയമായ ഈ ഗ്രാമത്തിലെ ഭൂരിഭാഗം വീടുകളിലും ക്യാൻസർ ബാധിച്ച ഒരു വ്യക്തിയെങ്കിലും ഉണ്ട് എന്നതാണ് സത്യം. അച്ഛനും അമ്മയും മകളുമെല്ലാം ക്യാൻസർ ബാധിച്ച ഒരു കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. എന്തിനാ ഞങ്ങളെ നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്? അമ്മേ പറയമ്മേ, അവരോട് പോകാൻ പറ. നിങ്ങൾ നാട്ടുകാരെ കാണിക്കേണ്ടത് ഞങ്ങളുടെ ദുരന്തങ്ങളെയല്ല, മറിച്ച് ഈ ഗ്രാമത്തിൽ ദുരന്തം വിതക്കുന്ന കാഴ്ചകളെയാണ്. പ്ലാസ്റ്റിക് കവറുകളും മാലിന്യങ്ങളും അതിന്റെ ചലനമറ്റ പുഴകളും വിശപ്പുക തുപ്പുന്ന ഫാക്ടറികളുമാണ്. പിറന്നു വീഴുന്ന ഓരോ കുഞ്ഞും ഇന്ന് രോഗികളാണ്. സുഖസൗകര്യത്തിനും സ്വാർത്ഥ ലാഭത്തിനും വേണ്ടി മണ്ണും ജലവും വായുവുമല്ല പ്ലാസ്റ്റിക് ഭീകരനെ അടിയറ വെച്ചിട്ട് നമ്മുടെ ഈ പോക്ക് എങ്ങോട്ടാ? പുനരുൽപാദനം കഴിഞ്ഞ് പ്ലാസ്റ്റിക് അമരനായി ഭൂമുഖത്ത് വിലസുന്നു. എവിടെ നിന്നും തുടങ്ങണം പ്ലാസ്റ്റിക് വർജനം? എന്നിൽ നിന്ന്, നിന്നിൽ നിന്ന്, ഞങ്ങളിൽ നിന്ന്.
നമ്മൾ ശ്രമിക്കാതെ പോവുകയും மொர்ராக்கா மட்ராக்கா வந்தாச்சே தீவா மொர்ராக்கா மட்ராக்கா தாவியாடும் பூவா மஃப்ராக்கா மெட்டாரிக்கா என் கூட ஆட நீவா மஃப்ராக்கா மெட்டாரிக்கா லைஃபே டான்சிங்